ഹായ് ഓൾ, നമുക്കിന്ന് ഫ്രാക്ഷൻ്റെ കുറച്ച് പോർഷൻസ് പഠിക്കാം. ഈ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ആപ്പിൾ കിട്ടുവാണെങ്കിൽ അതിനെ 4 പാർട്സ് ആക്കി കട്ട് ചെയ്യുമ്പോൾ അതിൽ ഒരു പാർട്ട് എടുക്കുന്ന മുഴുവനിൽ നിന്ന് ഒരു പാർട്ട് എടുക്കുന്നതിനെയാണ് ഈ ഫ്രാക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പം ഒരു വലിയൊരു സ്ക്വയർ, ഈ വലിയ സ്ക്വയറിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തു. 4 ഈക്വൽ പാർട്സിൽ ഒരു പാർട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തു. ആ ഷെയ്ഡ് ചെയ്ത പോർഷൻ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1/4. ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എത്ര ചെയ്തും? 3/4 ചെയ്തു. ഇതിൽ 1ഉം 3ഉം റെപ്രസെന്റ് ചെയ്യുന്നത് ന്യൂമറേറ്ററും 4 റെപ്രസെന്റ് ചെയ്യുന്ന ഡിനോമിനേറ്ററുമാണ്. വരയുടെ താഴെ കിടക്കുന്നത് ഡിനോമിനേറ്ററും മുകളിൽ കിടക്കുന്നത് ന്യൂമറേറ്ററുമാണ്. ഇനി ഫ്രാക്ഷൻസ് പലതരത്തിലുണ്ട്. ആദ്യത്തെ യൂണിറ്റ് ഫ്രാക്ഷന്റെ പ്രത്യേകത അതിന്റെ ന്യൂമറേറ്റർ എല്ലാം 1 ആയിരിക്കും. ലൈക്ക് ഫ്രാക്ഷന്റെ പ്രത്യേകത അതിന്റെ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയിരിക്കും. ദേ ഹാവ് സെയിം ഡിനോമിനേറ്റർ. അൺലൈക്ക് ഫ്രാക്ഷന്റെ പ്രത്യേകത അതിന്റെ ഡിനോമിനേറ്റേഴ്സ് എല്ലാം എന്തായിരിക്കും? ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ആയിരിക്കും. ഇനി പ്രോപ്പർ ഫ്രാക്ഷന്റെ പ്രത്യേകത ന്യൂമറേറ്റർ എപ്പോഴും സ്മോളർ ആയിരിക്കും. ന്യൂമറേറ്റർ സ്മോളർ ആയിരിക്കും. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ പ്രത്യേകത ന്യൂമറേറ്റർ ഈസ് ലാർജർ, അതുപോലെ തന്നെ ഇറ്റ് വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ 1. 1നേക്കാൾ വലിയതുമായിരിക്കും. 5/2 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും 2.5 അല്ലേ തന്നെ. അപ്പം വാല്യൂ 1നേക്കാൾ വലുതുമായിരിക്കും. ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിനോമിനേറ്ററിനേക്കാളും വലിയതായിരിക്കും ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു വോൾ നമ്പറും ഉണ്ടായിരിക്കും, ഒരു ഫ്രാക്ഷനും ഉണ്ടായിരിക്കും. വോൾ നമ്പർ 2, ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/2. 1/2 എന്ന് പറയുന്നത് ഒരു വോൾ നമ്പറാണ്. 2 മിക്സഡ് നമ്പറാണ്. 2 എന്ന് പറയുന്നത് വോൾ നമ്പർ, 1/2 എന്ന് പറയുന്ന ഫ്രാക്ഷൻ. ഈ വോൾ നമ്പറും അതുപോലെ തന്നെ ഫ്രാക്ഷനും കൂടി ചേരുമ്പോഴാണ് നമുക്ക് മിക്സഡ് നമ്പർ കിട്ടേണ്ടത്. ഇനി നമുക്കിടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരു ഫ്രാക്ഷനെ ലോവസ്റ്റ് ഫോമിലേക്ക് മാറ്റും. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 14 ഡിവൈഡഡ് ബൈ 21. നമുക്കറിയാം 14 എന്ന് പറയുന്നത് 7ന്റെ ടേബിളിലുണ്ട്, 21 എന്ന് പറയുന്നത് 7ന്റെ ടേബിളിലുണ്ട്. അപ്പൊ 2 times 7 ഡിവൈഡഡ് ബൈ 3 times 7. ഇതിൽ 7ഉം 7ഉം വെട്ടിക്കളയാം, കാരണം കോമൺ ആയിട്ടുള്ളത് വെട്ടിക്കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യും. അപ്പൊ ആൻസർ വരുന്ന എത്ര കിട്ടും? 2/3 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കുക, 14ലും 21ഉം കോമൺ ആയിട്ട് 7 ഉള്ളത്. അപ്പൊ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് എത്ര കിട്ടും? 2/3 എന്ന് കിട്ടും. ഇനി 9/12. 9/12 എന്ന് പറയുമ്പോൾ അത് ഏത് നമ്പറിന്റെ മൾട്ടിപ്പിൾ തന്നെയാന്ന് നോക്കുക. 9ഉം 12ഉം 3ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. അപ്പൊ രണ്ടിടത്തും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9/3 എന്ന് പറയുന്ന 3 കിട്ടും. 12/3 എന്ന് പറയുന്ന 4 കിട്ടും. അടുത്തത് 10ഉം 15ഉം. 10ഉം 15ല് 10 എന്ന് പറയുന്നതിനും 15 എന്ന് പറയുന്നത് 5 കോമൺ ആണ്. അപ്പൊ നമുക്ക് 10നെയും 5ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 15നെയും. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര കിട്ടും? 2/3 എന്ന് കിട്ടും. 12ഉം 16ഉം ഇതിൽ 4 ആണ് കോമൺ. ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3/4 എന്ന് കിട്ടും. ഇപ്പം രണ്ട് ഈവൻ നമ്പേഴ്സ് ആണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വന്നെങ്കിൽ നമുക്ക് എപ്പോഴും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. കാരണം ഈവൻ നമ്പേഴ്സിൽ കോമൺ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പൊ 12 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 6 കിട്ടും. 16 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 8 കിട്ടും. ഇനിയും ഈ 6ന്റെ അകത്തും 8ന്റെ അകത്തും കോമൺ ഫാക്ടർ ഉണ്ട്, കാരണം രണ്ട് ഈവൻ നമ്പറാണ്. എപ്പോൾ ഈവൻ നമ്പർ വന്നാലും അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 6 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 3 കിട്ടും. 8 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 4 കിട്ടും. അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ, ഏത് ഈവൻ നമ്പർ വന്നാലും അതിനെ ലോവസ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇത് 2ഉം 6ഉം രണ്ട് ഈവൻ നമ്പറാണ്. അപ്പൊ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/3 എന്ന് കിട്ടും. 4/8 എന്ന് പറയുന്നതും രണ്ട് ഈവൻ നമ്പറാണ്. അതിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/4 എന്ന് കിട്ടും. ഈ 2/4 വീണ്ടും ഈവൻ നമ്പറാണ്. അപ്പൊ നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2 കിട്ടും. 6/8 രണ്ട് ഈവൻ നമ്പറാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/4. 6/9 ഇത് ഈവൻ നമ്പർ ഓർണ ഓഡ് നമ്പർ. അപ്പൊ നമ്മൾ നോക്കുക, ആർക്കിടെങ്കിലും മൾട്ടിപ്പിൾ ആണ്. 6ഉം 3യുടെ മൾട്ടിപ്പിൾ ആണ്, 9ഉം 3യുടെ മൾട്ടിപ്പിൾ. അപ്പൊ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 2ഉം കിട്ടും, ഇത് 3ഉം കിട്ടും. ഇവിടെ 5ന്റെ മൾട്ടിപ്പിൾ ആണ് തന്നെ. അപ്പൊ രണ്ടിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 1/2. അപ്പൊ ഓരോന്നും ഇങ്ങനത്തെ അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാം. ഇനി അടുത്ത പോർഷൻ വരുന്നത് കൺവേർട്ട് മിക്സഡ് നമ്പറിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റും. 7/1/8നെ ഇംപ്രോപ്പറിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഡിനോമിനേറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡിനോമിനേറ്ററും അതുപോലെ തന്നെ വോൾ നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം.
8 ഇൻറ്റു 7 എത്രയാണെന്ന് കണ്ടുപിടിക്കും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. താഴെ മൾട്ടിപ്ലിക്കേഷനും മുകളിൽ അഡീഷനുമാണ് വന്നത്. അപ്പൊ 8 ടൈംസ് 7 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 8 എന്നാണ് വന്നത്. അപ്പൊ 7 ടൈംസ് 8 എന്ന് പറയുമ്പോൾ നമുക്ക് 56 കിട്ടും. 56 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 57 കിട്ടും. അപ്പൊ ആൻസർ എത്ര വരും? 57 ഡിവൈഡഡ് ബൈ 8. ഇതാണ് അതിന്റെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇനി 2 5/9 എന്ത് കണ്ടുപിടിക്കണം? ഈ 2ഉം താഴെ നിന്ന് തുടങ്ങുക, 9 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിന്റെ കൂടെ ന്യൂമറേറ്റർ ആയ 5 ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 9. 9 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 18 കിട്ടും. 18 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 23 കിട്ടും. അപ്പൊ ആൻസർ 23/9. ഇനി 1/3 ഇതുപോലെ തന്നെ 3ഉം 1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ന്യൂമറേറ്റർ ആയിട്ടുള്ള 1 ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. അപ്പൊ 3 പ്ലസ് 1 4 ഡിവൈഡഡ് ബൈ 3. അടുത്തത് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സറിലേക്ക് മാറ്റാം. ഇംപ്രോപ്പറിനെ മിക്സറിലേക്ക് മാറ്റാൻ നമ്മൾ സാധാ ഡിവിഷൻ ചെയ്യണ മാതിരി തന്നെ നോക്കുക. 77 8 ഡിവൈഡ് ചെയ്യണം. 77 ഡിവൈഡഡ് ബൈ 8. അപ്പൊ നമുക്കറിയാം 8 ഇൻറ്റു 9 എന്ന് പറയുന്നത് 72. അപ്പൊ നമുക്ക് 9 മുകളിൽ എഴുതുക, 72 താഴെ എഴുതുക, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. 7 മൈനസ് 2 എത്രയാന്ന് കിട്ടും? 5 ആണ്. ഇത് നമുക്കടെ കോഷ്യന്റ്, ഇത് നമുക്കടെ റിമൈൻഡർ, ഇത് നമുക്കടെ ഡിവൈസർ. ആൻസർ എഴുതുമ്പോൾ QR/D എന്ന് എഴുതും. Q എന്ന് പറയണത് വോൾ നമ്പർ ആയിട്ട് എഴുതണം 9, റിമൈൻഡർ 5, ഡിവൈസർ 8. ഈ ഡിനോമിനേറ്റർ ഡി എന്ന് ഓർക്കുക. എപ്പോഴും ഡിനോമിനേറ്റർ ആയിട്ട് 8 ആയിരിക്കും വന്നത്. ന്യൂമറേറ്റർ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ, വോൾ നമ്പർ മോളിൽ കിട്ടുന്ന കോഷ്യന്റ്. അപ്പൊ ഇങ്ങനെ ഓർക്കുക, സൈക്ലിക് ആയിട്ട് പോവുക. ഇങ്ങനെയാണ് മോളിൽ നിന്ന് തുടങ്ങി, പിന്നെ താഴെ വന്നു, പിന്നെ മുകളിലേക്ക് വന്നു. നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോണ മാതിരിയാണ് ഓർക്കുക. അതുപോലെ തന്നെ ഇപ്പൊ 65 ഡിവൈഡഡ് ബൈ 9. 9 ഇൻറ്റു 7 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 63 കിട്ടും. അപ്പൊ ഇവിടെ 7 എഴുതുക, ഇവിടെ 63 എഴുതുക, സബ്ട്രാക്ട് ചെയ്യും. 5 മൈനസ് 3 ചെയ്യുമ്പോൾ 2 ആണ് കിട്ടണേ. അപ്പൊ ഇതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് എഴുതാൻ എന്ത് ചെയ്യുക? ആദ്യം 7 എന്ന് പറയുന്ന വോൾ നമ്പർ ആയിട്ട് എഴുതുക, പിന്നത്തെ വരുന്നത് 2, പിന്നത്തെ വരുന്നത് 9. അപ്പൊ 7 2/3. 7 വോൾ 2/9 എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആണ്. ഈ 9 എപ്പോഴും ഡിനോമിനേറ്ററിൽ തന്നെ വരുള്ളൂ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ 13 ഡിവൈഡഡ് ബൈ 3. 3യില് നമുക്കറിയാം 12 വരുള്ളൂ, 4 ആണ് വന്നത്. 13 മൈനസ് 12 ചെയ്യുക. 13 മൈനസ് 12 ചെയ്യുമ്പോൾ 1. അപ്പൊ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക? 4ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ 4 എന്ന് പറയുന്നത് കോഷ്യന്റ്, അത് വോൾ നമ്പർ ആയിട്ട് എഴുതുക. പിന്നെ വരുന്നത് 1/3. താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററും 3, ഇവിടെ കിടക്കുന്ന ഡിനോമിനേറ്ററും 3. അപ്പൊ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇംപ്രോപ്പറിനെ മിക്സറിലേക്ക് മാറ്റാം, മിക്സറിനെ ഇംപ്രോപ്പറിലേക്ക് മാറ്റാം. ഇനി നമ്മൾ അഡീഷൻ പഠിക്കാൻ പോകണം. അഡീഷൻ ഓഫ് ലൈക്ക് ഫ്രാക്ഷൻസ്. ഈ ലൈക്ക് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാനായിട്ട് ഈസി മെത്തേഡ് ഉള്ളത്, ന്യൂമറേറ്റേഴ്സ് അവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരിക്കും. ലൈക്ക് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരിക്കും. ഇപ്പം 1/5 പ്ലസ് 2/5 അങ്ങനെ വരുമ്പോൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. 5 എന്ന് പറയുന്ന ഡിനോമിനേറ്റർ സെയിം ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി? ന്യൂമറേറ്റർ ആഡ് ചെയ്ത് വെച്ചാൽ മതി. 1 പ്ലസ് 2 ചെയ്തിട്ട് 5 താഴെ ചെയ്തു. അപ്പൊ 1 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 3 ഡിവൈഡഡ് ബൈ 5. ഇനി അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമുക്ക് സബ്ട്രാക്ഷൻ ആണെന്നിരിക്കട്ടെ. അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും ലൈക്ക് ഫ്രാക്ഷന്റെ കേസ് സെയിം തന്നെയാണ്. 2/5 മൈനസ് 1/5. അപ്പൊ എന്ത് ചെയ്യുക? 2ഉം 1 സബ്ട്രാക്ട് ചെയ്യുക. 2 മൈനസ് 1 എന്ന് എഴുതുക, 5 എന്ന് എഴുതുക. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ സെയിം ആണെന്നാണ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്റേഴ്സ് ഡയറക്റ്റ്ലി ഇങ്ങ് സബ്ട്രാക്ട് ചെയ്യുക, ഡിനോമിനേറ്റർ ഒറ്റ പ്രാവശ്യം എഴുതുക. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നത്. 1/5 ടൈംസ് 2/5 എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. 1ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതും. അപ്പൊ 1ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഡിവൈഡഡ് ബൈ 5. ഇനി ഡിവിഷൻ ആണെന്നിരിക്കട്ടെ. 1/5 ഡിവൈഡഡ് ബൈ 2/5 എന്ന് വരുവാണെങ്കിൽ രണ്ടാമത് കിടക്കുന്ന ടേമിന്റെ റെസിപ്രോക്കൽ എടുക്കണം. 2/5ന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 5/2 ആയിരിക്കും. 2/5ന്റെ റെസിപ്രോക്കൽ 5/2. അപ്പൊ ഇത് വരുമ്പോ 1/5 ടൈംസ് മൾട്ടിപ്ലൈ 5/2. ഇത് ഇതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 5 5, 5 ഇൻറ്റു 2 10.
ഈ 5ലും 10ലും ആര് കോമൺ ഉണ്ട്? 5 കോമൺ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് 5/10 എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം. കാരണം രണ്ടിലും 5 കോമൺ ആയതുകൊണ്ട് രണ്ടിനെയും ഡിവൈഡഡ് ബൈ 5 ചെയ്യും. 5/5 1 കിട്ടും, 10/5 എന്ന് പറയുന്നത് 2 കിട്ടും. ഡിവിഷന്റെ കേസിൽ മാത്രം നമ്മൾ ഇത് തല തിരിച്ചെഴുതാം. 2/5ന്റെ രണ്ടാമത് കിടക്കുന്ന ടേമിന്റെയാണ്, ആദ്യത്തെ ടേമിന്റെ അല്ല. രണ്ടാമത് കിടക്കുന്ന ടേമിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ലൈക്ക് ഫ്രാക്ഷൻസ് വരുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും ലൈക്ക് ഫ്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്റേഴ്സ് ജസ്റ്റ് ആഡ് ചെയ്തിട്ട് ഒരേ ഒരു ഡിനോമിനേറ്റർ എഴുതാൻ പറ്റും. ഇവിടെ 5+5 ചെയ്യാൻ പാടില്ല, ഒരു 5 എഴുതാൻ പറ്റും. അപ്പോൾ 1+2 ഡിവൈഡഡ് ബൈ 5. ഇനി അടുത്തതില് ഇത് ലൈക്ക് ഫ്രാക്ഷൻസ്. ഇനി അൺലൈക്ക് ഫ്രാക്ഷൻസ് വരും. ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആയിട്ട് വരും. ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആയിട്ട് വരുവാണെങ്കിൽ ഇപ്പോൾ 1/2 + 2/3, ഇവിടെ 2ഉം 3ഉം ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ആവുന്നേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. 1നെയും 3നെയും മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇവിടുത്തെ സിമ്പിൾ നോക്കുക. ഇവിടുത്തെ സിമ്പിൾ അഡീഷൻ ആണ് വന്നേക്കണം, അഡീഷൻ ചെയ്യാം. പിന്നെ 2ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്ത? ഡിവൈഡഡ് ബൈ 2 × 3 എന്ന് ചെയ്ത്. അപ്പോൾ 1 × 3 എന്ന് പറയുന്ന 3, 2 × 2 എന്ന് പറയുന്ന 4, 2 × 3 എന്ന് പറയുന്ന 6. ഈ താഴത്തെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആൻസർ വരുന്നത് എത്രയാണ്? 7/6. ലൈക്ക് ഫ്രാക്ഷൻസ് വരുമ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്, ക്രോസ് ചെയ്യാം. ഇതുപോലെ തന്നെ സബ്ട്രാക്ഷന്റെ കേസ് വരുവാണ്, ഇങ്ങനെയാന്ന് ഇരിക്കട്ടെ. 2/5 മൈനസ് 1/3. ഇതുപോലെ തന്നെ നമ്മൾ ക്രോസ് ചെയ്യാം. മുകളിൽ കിടക്കണ ന്യൂമറേറ്ററും താഴെ കിടക്കണ ഡിനോമിനേറ്ററും. ആദ്യമേ 2ഉം 3ഉം തന്നെ എടുക്കണം, അല്ലാതെ 1ഉം 5ഉം എടുത്താൽ തെറ്റിപ്പോകും. 2ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇവിടുത്തെ സിമ്പിൾ വെക്കാം. ഇവിടുത്തെ സിമ്പിൾ ഏതാ വന്നേക്കണേ? മൈനസ് ആണ് വന്നേക്കണേ. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കാം? മൈനസ് കൊടുക്കാം. ഇനി ആരെ മൾട്ടിപ്ലൈ ചെയ്യണം? 1ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ആരൊക്കെ തമ്മിൽ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം? 5ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആൻസേഴ്സ് ഇനിയുണ്ട്. 2 × 3 6 മൈനസ് 1 × 5 5 ഡിവൈഡഡ് ബൈ 5 × 3 15. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/15 എന്ന് കിട്ടും. അപ്പൊ ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ സബ്ട്രാക്ഷനും അഡീഷനും എപ്പോഴും ഒരേ രീതി തന്നെയായിരിക്കും. ഇനിയിപ്പോ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സാധാ ചെയ്യുന്ന മാതിരി തന്നെ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യും. 1 × 2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യും. 5 × 3. ആൻസർ വരുമ്പോൾ 2/15. അതുപോലെ തന്നെ ഡിവിഷനും ഇതുപോലെ തന്നെ 2/5 ഡിവൈഡഡ് ബൈ 1/3. ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് വരുവാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ 1/3നെ തലതിരിച്ച് ചെയ്യും. അപ്പൊ എങ്ങനെ വരും? 2/5 × 3/1 എന്ന് വരും. അപ്പൊ 2 × 3 എന്ന് പറയുന്നത് 6 കിട്ടും, 5 × 1 എന്ന് പറയുമ്പോൾ 5 കിട്ടും. എപ്പോഴും റെസിപ്രോക്കൽ മെത്തേഡ് നോക്കുക. അല്ലെങ്കിൽ പിന്നെ ഉള്ളത് LCM മെത്തേഡ് ഉണ്ട്. LCM മെത്തേഡും പറ്റില്ല എങ്കിൽ LCM മെത്തേഡ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ മെത്തേഡ് എപ്പോഴും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് എളുപ്പം. അപ്പോൾ 1/2 + 1/3 കണ്ടുപിടിക്കണമെങ്കിൽ ഈ 2ന്റെയും 3യുടെയും LCM കണ്ടുപിടിക്കാം. LCM ഓഫ് 2 and 3 എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെ 1 കിട്ടും. 1 കിട്ടുന്നത് വരെ ചെയ്യാം. അപ്പൊ പുറത്ത് കിടക്കുന്ന നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പൊ 2 × 3 എന്ന് പറയുമ്പോൾ 6 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ ഡിനോമിനേറ്ററിനെ 6ലേക്ക് മാറ്റാം. 1/2നെ എങ്ങനെ നമ്മൾ 6ലേക്ക് മാറ്റും? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇതെങ്ങനെയായിട്ട് മാറും? 3/6. അതുപോലെ തന്നെ 1/3നെ ഡിനോമിനേറ്റർ 6ലേക്ക് മാറ്റണം. 3നെ ഏതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ 6 കിട്ടണേ? 2 കൊണ്ട്. അപ്പൊ നമ്മള് താഴെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ സമയത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇത് 2/6 എന്ന് കിട്ടും. അപ്പൊ 1/2 എന്തായിട്ട് മാറി? 3/6 ആയിട്ട് മാറി. 1/3 എന്തായിട്ട് മാറി? 2/6 ആയിട്ട് മാറി. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയതുകൊണ്ട് ഒരു 6 എഴുതുക. പിന്നെ 3യും 2ഉം കൂടി ആഡ് ചെയ്യുക. 3യും 2ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണെന്ന് കിട്ടും? 5 ആണ് കിട്ടും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും വന്നത്? 5/6. ഇതുപോലെ തന്നെ സബ്ട്രാക്ഷന്റെ കേസ് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. 1/2 മൈനസ് 1/3. ഇതിന്റെ LCM കണ്ടുപിടിക്കുക. LCM 6 തന്നെയാണ് വരുന്നത്. അപ്പൊ 3/6 മൈനസ് 2/6 എന്ന് പറയുമ്പോൾ 1/3.
6. ഇനി ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് സബ്ട്രാക്ഷന്റെ കേസിൽ ഡയറക്റ്റ്ലി അങ്ങ് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഡയറക്റ്റ്ലി അങ്ങ് സബ്ട്രാക്ട് ചെയ്തേച്ചാൽ മതി. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സാധാ മെത്തേഡ് തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ 1/2 ടൈംസ് 1/3 ആണെങ്കിൽ 1ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്യുക, 2ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, നേരെ തല തിരിച്ചെടുക്കുക. 1/3 തല തിരിച്ചെടുക്കുമ്പോൾ 3/1 കിട്ടും. അപ്പോൾ ആൻസർ എത്രയെന്ന് കിട്ടും? 3/2. ഇത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ചേഞ്ച് വരുന്നില്ല, അഡീഷനും സബ്ട്രാക്ഷനും ചേഞ്ച് വരുന്നു. ഇനി അല്ലെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഈ 1/2 മൈനസ് 1/3ക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും ഈ മെത്തേഡ് കറക്റ്റ് തന്നെയാണ്. 1 × 3 3, 1 × 2 2 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 1/6. കണ്ടോ, ഇവിടെ 1/6 കിട്ടി, ഇവിടെ 1/6 കിട്ടി. എളുപ്പം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെത്തേഡ് ഉപയോഗിക്കുക. ഒന്നില്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ LCM മെത്തേഡ് ഉപയോഗിക്കുക. ഇനി വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. അതിന്റെ കേസിൽ ഒന്നിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരും. ഇപ്പം 1/2ഉം 1/4ഉം, ഈ 2നെ നമുക്ക് 4ലേക്ക് മാറ്റാലോ. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. 4 എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾ തന്നെയല്ലേ. അപ്പൊ നമ്മൾ 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കുക. അപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇതെന്ന് പറയുന്നത് എത്ര കിട്ടും? 2/4 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, 2/4ഉം 1/4ഉം ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി, ഡയറക്റ്റ്ലി അങ്ങ് ആഡ് ചെയ്യാം, 3/4. ഇനി അത് പാടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ ചെയ്യാം. അപ്പോൾ 1 × 4 4, 1 × 2 2 ഡിവൈഡഡ് ബൈ 2 × 4 8. അപ്പോൾ നമുക്ക് 6/8 കിട്ടും. രണ്ട് ഈവൻ നമ്പറാണ്. അതിന്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ 3/4. എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ 3/4 തന്നെ കിട്ടും. അപ്പോൾ ഏറ്റവും എളുപ്പം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ന്യൂമറേറ്റർ, ആദ്യത്തെ ന്യൂമറേറ്ററും രണ്ടാമത്തെ ഡിനോമിനേറ്ററും, പിന്നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട, പിന്നെ സൈൻ ഇട്ടിട്ട് രണ്ടാമത്തെ ഡിനോമിനേറ്ററും ആദ്യത്തെ ന്യൂമറേറ്ററും, പിന്നെ ഡിനോമിനേറ്ററും ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ബാക്കിത്തെ പോർഷൻ അടുത്ത ദിവസം എടുക്കാം. ഓക്കെ, താങ്ക് യു.